അവിടെ. രണ്ടുപേരും ഇവിടെ തനിച്ചാണ് താമസം? മോള് അമേരിക്കയിലാണ്. എപ്പോഴും ഓഫീസിൽ വരുമായിരുന്നു? ഓഫീസിൽ രാവിലെ വരും, പിന്നെ വൈകുന്നേരം വരും. എത്ര ഏജ് ഉണ്ട് ഇവർക്ക് രണ്ട്? സാറിന് 71 ഒക്കെ കാണും. 71-72 വയസ്സ് കാണും. രണ്ടുപേരും മാത്രം? ജോലിക്കാരി ഒരു ചേച്ചിയുണ്ട്, അത് രാത്രി പോകും. ഒരെണ്ണം ഉണ്ടായിരുന്നു, ചത്തുപോയി. 2-3 ദിവസം മുന്നേ അത് ചത്തുപോയായിരുന്നു. വേറെണ്ണം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നേരത്തെ ഒരു അമിതെന്ന് പറയുന്ന ഒരു ബംഗാളി ഇവിടെ ഉണ്ടായിരുന്നു. അവന് എന്തോ കേസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്നാണെന്നൊന്നും അറിയത്തില്ല. അവൻ ജയിലിലാണെന്ന് പറയുന്നു, ഒന്നും നമുക്കറിയില്ല. മുന്നേ അത് അസുഖമായിട്ട് മരിച്ചതാ. കുറേ വർഷമായ പട്ടിയായിരുന്നു. വേറെണ്ണം ഉണ്ട്, വേറൊരു പട്ടി. ഒരു ചേച്ചി ഇപ്പൊ സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഒരു പ്രായ സെക്യൂരിറ്റി. ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ല, തമിഴ്നാട്ടുകാരനാണ്. ഒത്തിരി പ്രായം. ഞാൻ 8:30 ആയി അറിഞ്ഞപ്പോഴത്തേക്ക്. രാവിലെ ഞങ്ങളൊക്കെ വെളുപ്പിനെ കൊല ഇറങ്ങുന്ന, പക്ഷെ 8:30 ആയി ഇതെല്ലാം അറിഞ്ഞപ്പോഴത്തേക്ക്. സംശയം തോന്നുന്നു നമുക്ക് കൊലപാതകം എന്നുള്ള സംശയം. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ ഒരു ബംഗാളി നേരത്തെ ഉണ്ടായിരുന്നു. ഒരു 2 വർഷം ഇവിടെ നിന്ന് പുള്ളിയുടെ ഒരു വിശ്വസനായിരുന്നു. അപ്പം നല്ല ഇതായിട്ട് പുള്ളി ആ കേസിൽ അകപ്പെട്ടായിരുന്നു. പുള്ളിയുടെ ഏതാണ്ട് പൈസ ഏതാണ്ട് ഫോൺ വഴി തട്ടിയെടുത്തെന്നും പറഞ്ഞേ ഈ പുള്ളിയുടെ. ബംഗാൾ സ്വദേശി ഇപ്പോൾ നിലവിലൂടെ ജോലി ചെയ്യുന്നുള്ളതാണോ? അല്ല, പുള്ളി 2 വർഷം മുമ്പ് ജോലി ഉണ്ടായിരുന്നു ഇവിടെ. ജോലി ഉണ്ടായിട്ട് പുള്ളി ഏതാണ്ട് കാണിച്ചിട്ട് പുള്ളി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഈ പുള്ളി അവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ അവനിപ്പം പുള്ളിയുടെ ഏതാണ്ട് കാശ് തട്ടിപ്പിച്ച് എടുത്ത് ഫോൺ വഴി, ഈ ഓൺലൈൻ വഴി എങ്ങാണ്ട്. അപ്പം അവനെ അകത്താ, അവൻ്റെ സ്വദേശത്ത് പോകാനെ പിടിച്ചുകൊണ്ട് വന്ന് അവനകത്താ. അകത്ത് നിന്ന് അവൻ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയമുണ്ട്. കൊലപാതകം അല്ലെങ്കിൽ പിന്നെ തലയൊക്കെ തല്ലി കീറിയിട്ടിരിക്കുന്നു പറയുമ്പോഴത്തേക്ക്. ബോഡി കണ്ടോ നിങ്ങൾ? ഇല്ല, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, ഞങ്ങളെ കയറ്റിയില്ല. ഞങ്ങളുടെ കൗൺസിലൊക്കെ അകത്തുണ്ട്. ടോം കോര. ഈ ബംഗാൾ സ്വദേശിക്കെതിരെ തട്ടിപ്പിന് പരാതി കൊടുത്ത് അയാൾ അറസ്റ്റിലായി, ജയിലിൽ പോയി. അയാൾ ജാമ്യത്തിൽ ഇറങ്ങി. അയാൾ നിങ്ങൾക്ക് സംശയമുണ്ട്? സംശയം പോലീസിനോട് പങ്കുവെച്ചോ? പോലീസിനോട് ചോദിച്ചില്ല. പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്? നേരത്തെ അറിയാതെ കേസുള്ളതാണല്ലോ. പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുത്തായിട്ട് വല്ല വിവരമോ സൂചനകളോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ വല്ല ഈ അമിത് എന്ന് പറയുന്ന ആൾ ഇവിടെ വരികയോ? ഇല്ല, അതൊന്നും നമ്മളില്ല. ഞങ്ങൾ കവലയില്ല താമസിക്കുന്നത്, തിരുവാ കവലയില്ലേ, അവിടെ താമസിക്കുന്നത്. ഈ സെക്യൂരിറ്റി എപ്പോഴും രാവിലെ വന്ന് പാല് മേടിച്ചുകൊണ്ട് പോകുന്ന ആ പ്രായം ചെന്ന പുള്ളി. വേറെ ശത്രുക്കളായിട്ടൊന്നുമില്ല, പിന്നെ വലിയ ബന്ധങ്ങളൊന്നുമില്ല പുള്ളിക്ക്. അടുത്ത് അയലോക്കാരായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നുമില്ല. തോമസ്. നിങ്ങൾ എങ്ങനെ അറിയുന്ന സംഭവം? വഴി താമസിക്കുന്നത് ഇവിടെ പോകുമ്പോൾ പുള്ളി ഗേറ്റ് തുറന്ന് വണ്ടി പോകുന്നതാണ്, ഇറങ്ങി പോകുന്നതാണ്, അത്രേ ഉള്ളൂ. അയൽവാസികളായിട്ടൊക്കെ എങ്ങനെ അടുത്ത ബന്ധമുണ്ടോ? ഇവരിങ്ങനെ വണ്ടി ഗേറ്റ് തുറന്ന് അടച്ചിട്ടേച്ച് ഒരു വണ്ടി വരുമ്പോൾ തുറന്ന് അകത്ത് കയറും, പിന്നെ അങ്ങ് പോകും. ഇദ്ദേഹം പറഞ്ഞ പോലൊരു ഇതര സംസ്ഥാന തൊഴിലാളി ഇവിടെ ജോലി ചെയ്ത ആള് ഒരു സംശയം ആ പുള്ളിയൊന്നും എനിക്കറിയത്തില്ല. 2 വർഷം മുമ്പ് മകൻ ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച സംഭവം ഉണ്ടായി. അങ്ങനെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇവര് തനിച്ചാണ് ഇവിടെ താമസം? അവർ രണ്ടുപേരും ഉള്ളു. വണ്ടി തനിച്ചാണെന്ന് ഇവര് വണ്ടി വന്ന് ഇങ്ങനെ കയറി പോകുന്ന കാണുന്നുള്ളൂ. നമ്മളിങ്ങനെ വഴിയെ പോകുമ്പോൾ കാണാം. മകൾ വിദേശത്താണല്ലേ? മകൾ വെളിയിലും കണ്ട.